الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. മുത്തഖികളായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതിവെച്ച വചനം ഏറെ പരിചിതമാണ്. നാം പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസം പോലും ഒഴിവാക്കാതെ പ്രാർത്ഥിക്കാൻ ബാധ്യതയുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, ഒരു പ്രാർത്ഥനാ വചനമാണ്. അർത്ഥം എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ കൽബുകളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ. നിന്നിൽ നിന്ന്, നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് നീ കാരുണ്യം ചൊരിഞ്ഞു തരികയും ചെയ്യണമേ. നീ എമ്പാടും ഔദാര്യം ചെയ്യുന്നവനാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതിൽ ഈ പ്രാർത്ഥനയുടെ ആഴം, അത് ഉൾക്കൊള്ളുന്ന ഓരോ വാക്കിന്റെയും ആഴവും പരപ്പും ഗൗരവവും പ്രാധാന്യവും ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ഓതി വെച്ചത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാം മതം എന്താണെന്ന് മനസ്സിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താണെന്ന് ഗ്രഹിച്ച് ആ മാർഗത്തിലൂടെ ചരിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മളെല്ലാവരും, അഥവാ വിശ്വാസി സമൂഹം. അങ്ങനെ നേർമാർഗത്തിലാകുന്നതിനാണല്ലോ സാധാരണ ഹിദായത്തിലാവുക എന്ന് പറയുന്നത്. ഹിദായത്തിലായാൽ മാത്രം പോരാ, ആ ഹിദായത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് എന്ന് ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ സന്ദർഭങ്ങളിലും ഉറപ്പ് വരുത്തേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, ഞാൻ അത് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനാണ്, യാതൊന്നും അതിന് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരാ, പ്രായോഗിക ജീവിതത്തിൽ അത് നിലനിർത്തിക്കൊണ്ട് അവസാന ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഭാഗ്യം സിദ്ധിച്ചാലേ അത് പൂർണ്ണമാവുകയുള്ളൂ.
അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. ഇവിടെ ഈ പ്രാർത്ഥനാ വചനത്തിൽ ലാ തുസിഗ ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ. അപ്പൊ ഹൃദയങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ ആ പ്രാർത്ഥനയിൽ നിന്ന് മറുവശം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഉറപ്പാണ്, തെറ്റിപ്പോകാനിടയുണ്ട്. കാരണം ഖുലൂബ്, ഖൽബ് എന്ന വാക്ക് തന്നെ നിരന്തരമായി നിലനിൽക്കുന്നു എന്ന അർത്ഥത്തിലല്ല. ഖൽബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മറിയുന്നത്, ഇളകുന്നത് എന്നാണ്. ഒരിക്കലും അത് ഒരേപോലെ നിൽക്കൂല, അത് ഇളകി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമസ്കരിക്കുന്നവരാണ് നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ ഒരു വേള നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് പണ്ടങ്ങോ മറന്നുപോയ പലതും നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. ആ ഹൃദയം അങ്ങനെയാണ് നമ്മളെ കൊണ്ട് പോവുക. വല്ലാത്ത ഒരു പ്രഹേളികയാണ് നമ്മളുടെ ഈ ഖൽബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉറച്ചു നിൽക്കേണ്ടത് ഒരു ബാധ്യതയാണ്. അത് തെറ്റിപ്പോയാൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് ലാ തുസിഗ ഖുലൂബന എന്ന് പറയുന്നത് പ്രധാനമായും നാം മനസ്സിലാക്കുക. ഖൽബ് എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെയും ഉറവിടമാണ്. അതുപോലെ തന്നെ എല്ലാ തിന്മകളുടെയും ഉത്ഭവ കേന്ദ്രവുമാണ് ഖൽബ് എന്ന് പറയുന്നത്. കലങ്ങി മറിയാനും കലങ്ങി തെളിയാനും കഴിയുന്ന രൂപത്തിലുള്ളതാണ് ഖൽബ് എന്ന വാക്ക്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇളകി മറിയുന്ന കടലിന് സമാനമായി പ്രക്ഷുബ്ധമായിരിക്കും നമ്മളുടെ ഖൽബ്. ചിലപ്പോൾ ചെറിയ നല്ല തെളിനീരരുവി ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ പ്രശാന്തമായിരിക്കും മനസ്സ്. ഒരു പിടുത്തവും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ട ബാധ്യതയുണ്ട് എന്നർത്ഥം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. പ്രവാചകൻ പറഞ്ഞു, ഇന്നമാ സുമ്മിയൽ ഖൽബു മിൻ തഖല്ലുബിഹി. ഖൽബ് എന്ന വാക്ക് തന്നെ അതിന് കൊടുക്കാനുണ്ടായ കാരണം, ആ പേര് പറയാനുണ്ടായ കാരണം അതിങ്ങനെ ഇളകി മറിയുന്നത് കൊണ്ട് തന്നെയാണ്. ഒരിക്കലും സ്ഥിരതയോടുകൂടി നിൽക്കൂല. അതുകൊണ്ടാണ് ഖൽബ് എന്നുള്ള പേര് നൽകിയത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു ഖൽബിനെ നാം ഉപമിക്കുകയാണ് എങ്കിൽ കമസലി രീഷിൻ മുഅല്ലഖത്തിൻ ഫി അസ്ലി ഷജറത്തിൻ നാസ്, ഒരു മരത്തിൽ കെട്ടിയിട്ട പക്ഷിയുടെ തൂവൽ പോലെയാകുന്നു ഖൽബ്. കാരണം ഒരു പക്ഷിയുടെ തൂവൽ നമ്മൾ ഒരു മരത്തിൽ കെട്ടിയിട്ടാൽ കാറ്റ് വരുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മറിയും. അതുപോലെയാണ് ഖൽബ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് പ്രവാചകൻ സ്വന്തം പറഞ്ഞതല്ലല്ലോ, സൃഷ്ടാവാണ് ഈ ഖൽബിനെ സൃഷ്ടിച്ചത്. അവൻ പറഞ്ഞു കൊടുത്ത് നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പൊ അതൊന്നുമല്ല എനിക്ക് എന്റെ മനസ്സിനെ ഇവിടെ നിർത്താൻ കഴിയുന്നൊക്കെ വെറുതെ നമ്മൾ വീമ്പ് പറയാറുണ്ട്. വീമ്പ് പറച്ചിലേ ഉണ്ടാവുള്ളൂ, നിൽക്കൂലത്. അത് പോകേണ്ടടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, നല്ല നിലയിൽ എന്ന് വെച്ചാൽ നല്ല വിശ്വാസം, നല്ല കർമ്മങ്ങൾ, ഇതൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ അവസാന സന്ദർഭത്തിൽ അതെല്ലാം തെറ്റി അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി മരിച്ചു പോയേക്കാം. അതുപോലെ തന്നെ പടച്ചവൻ ഇഷ്ടമില്ലാത്ത പലതും ചെയ്ത് ജീവിച്ചു പോന്ന ഒരു മനുഷ്യൻ അവസാന നിമിഷത്തിൽ നന്നായി അള്ളാഹുവിന് സംതൃപ്തിയുള്ളവനായി അവന്റെ അന്ത്യം ഉണ്ടാകുന്നതും സംഭവിച്ചേക്കാം എന്ന് ഞാൻ പറയുന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്, ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ നീണ്ട കാലം സ്വർഗാവകാശിയായി പോകേണ്ട മനുഷ്യന്റെ കർമ്മങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ അമലിന് അന്ത്യം കുറിക്കുന്നു. നരകാവകാശികളുടെ കർമ്മങ്ങൾ കൊണ്ട് അങ്ങനെ അവനെ നരകത്തിലേക്ക് അല്ലാഹു അയക്കുന്ന. നഊദു ബില്ലാഹ്. അതുപോലെ തന്നെ പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യൻ നീണ്ട കാലം അവൻ കർമ്മം ചെയ്യുന്നു, നരകാവകാശികളാകേണ്ട ആളുകളുടെ അമലുകളാണ് അവൻ കാലങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവസാന സന്ദർഭങ്ങൾ സ്വർഗാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്യുന്നവനാക്കി മാറ്റുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നു.
അങ്ങനെ പോകാൻ കഴിയലാണ് വേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനത്തിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട്, നീണ്ട ഒരു വചനമാണ്. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തി, കർമ്മങ്ങളെല്ലാം വിലയിരുത്തപ്പെടുന്നത് അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നുവോ അതിനനുസരിച്ചായിരിക്കും എന്ന്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ എത്ര ശ്രദ്ധിക്കണം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ ആമുഖത്തിൽ, നമ്മൾ ഹിദായത്തിലാണ്, സന്മാർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഉറപ്പിച്ചാൽ പോരാ, ഞാൻ അതിൽ തന്നെയാണ് എന്ന ഒരു ഉറപ്പിക്കൽ സ്വയം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒരു ആത്മപരിശോധന ഉണ്ടായേ തീരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക ഫീ, അല്ലാഹുവേ എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ ദിവസമായി നീ എനിക്ക് നൽകേണ്ടത് നിന്നെ ഞാൻ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണം എനിക്ക് ഏറ്റവും ഉത്തമമായ ദിവസം. വജഅൽ ഖൈറ അഅ്മാരി ആഖിറഹ, എൻ്റെ ആയുസ്സുകളിൽ ഏറ്റവും അവസാനം ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ വജഅൽ ഖൈറ അഅ്മാലി ഖവാതീമഹ, എൻ്റെ അവസാനത്തെ കർമ്മങ്ങൾ ഏറ്റവും ഉത്തമമായ നിലയിൽ പര്യവസാനിക്കാൻ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരായത്? നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? സ്വർഗാവകാശിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന്. ആ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ഹൃദയം നാം വിചാരിക്കുന്നിടത്ത് നിന്ന് തെറ്റിപ്പോയി എന്തൊക്കെയോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയല്ലേ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ തട്ടി ചോദിക്കേണ്ടതും പറയേണ്ടതും. അതുപോലെ തന്നെ നമ്മൾ വളയാൻ മുതിർന്നാൽ അള്ളാഹു വളയ്ക്കും. ഇസ്രായേൽ സന്തതികളെ കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായമായ അസ്-സഫിന്റെ 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഫലമ്മാ ദാബു അസാഗല്ലാഹു ഖുലൂബഹും, അവര് വളയാൻ തുനിഞ്ഞപ്പോൾ, ഞങ്ങൾ വളഞ്ഞേ പോകൂ എന്നവർ തീരുമാനിച്ചപ്പോൾ, അസാഗല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ വളച്ചു. സ്വയം തീരുമാനിക്കുകയാണ് ഞാൻ വളഞ്ഞേ പോകുന്നു. ബനീ ഇസ്രായേൽക്കാരെ നമുക്കറിയാലോ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഫലമ്മാ ദാബു അസാഗല്ലാഹു ഖുലൂബഹും എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ദുർമാർഗികളെ അല്ലാഹു ഹിദായത്തിലാക്കൂല. അതുപോലെ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനമാണത്. എന്താ പറഞ്ഞത്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഇന്നതാണ് സന്മാർഗം എന്ന് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ, അതിന് തുനിയുകയാണ് എങ്കിൽ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്തത് അനുധാവനം ചെയ്യുകയും പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അങ്ങനെ അവൻ എങ്ങോട്ട് തിരിഞ്ഞുവോ അങ്ങോട്ട് നാം തിരിച്ചുവിടും. തിരിയാൻ തുനിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ കടത്തിയിരിക്കും. വസാഅത്ത് മസീറ, അത് എത്ര മോശമായ താമസ സ്ഥലമാണ്, മടക്ക സ്ഥലമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ഹിദായത്തിൽ നിന്ന് വ്യതിചലിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ആ വ്യതിചലനം എളുപ്പമാക്കി നമുക്ക് കിട്ടും. അതാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ ആകത്തുക. അപ്പൊ വ്യതിചലിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന പ്രാർത്ഥനയുടെ പൊരുള് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ ഹിദായത്തിൽ സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി നമ്മളൊന്നും വലിയ മനസ്സിൽ തട്ടിയല്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുള്ള ഒരു ദിവസം 17 പ്രാവശ്യം ഒരു വിശ്വാസി അവൻ നിർബന്ധമായും പ്രാർത്ഥിക്കണം, ചോദിച്ചിരിക്കണം. എന്തിനെ നമ്മളെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കണം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമാണ് ആ പ്രാർത്ഥന ഒരു വിശ്വാസിക്ക്. എന്തിനെ അത് പറയിപ്പിക്കുന്നത്? ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തന്നെയാണ്. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ നയിക്കണമേ. ആ സിറാത്തുൽ മുസ്തഖീം നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. നിന്റെ കോപത്തിനും അർഹരായവരുടെ മാർഗമല്ല, പിഴച്ചവരുടെ മാർഗവുമല്ല.
എന്നാവശ്യപ്പെടാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. ആ കൽപ്പന നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് മനസ്സിരുത്തി തന്നെ പറയാനുള്ള ശ്രമം നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഒരു പറച്ചില് പറഞ്ഞു പോകരുത് നമ്മൾ. കാരണം ഈ ഒരു ദിവസം 17 പ്രാവശ്യം ഇങ്ങനെ ആവർത്തി ചോദിപ്പിക്കുന്നത് അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയുക, ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനിക്കുക, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ പറയുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന, പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ ദിനേനയെന്നോണം നാം ശ്രദ്ധിച്ചാൽ മനസ്സിന്റെ അബദ്ധ സഞ്ചാരം നിയന്ത്രിക്കാനും തടയാനും അതിനെ നേരിൽ അടിയുറപ്പിച്ച് നിർത്താനും കഴിയും. അതെന്തൊക്കെയാണ് ആ കാര്യം? വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ, ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള നിത്യവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക. ഒന്ന് അതാണ്. ആ ഓർമ്മ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം. അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നീ നിലനിർത്തുക എന്ന് പറഞ്ഞത്. ലിദിക്രി, ഏറ്റവും വലിയ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് നമസ്കാരം. അപ്പൊ അത് ചെയ്യാത്തവന്റെ അവസ്ഥ എന്താണ്? അവിടെ ചിന്തിച്ചാൽ മതി നമ്മൾ. അതിനു പുറമെ അള്ളാഹുവിനെ വാഴ്ത്തുന്ന, പ്രകീർത്തിക്കുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും ഖുർആൻ പാരായണവും എന്ന് തുടങ്ങി കുറെ ഉണ്ടല്ലോ, അത് നിലനിർത്തിക്കൊണ്ടു പോവുക. ഒന്നതാണ്. രണ്ടാമത്, മലക്കുൽ മൗത്ത് എപ്പോ വന്ന് വിളിച്ചാലും ഞാൻ റെഡി എന്നുവെച്ചാൽ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നോളുക എപ്പോഴും. അടുത്ത നിമിഷം അത് സംഭവിക്കും എന്നുള്ള നിലയിൽ ഞാൻ എന്നെ പാകപ്പെടുത്തി ഒരുങ്ങിയിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? കുറെ നന്മകളെ കുറിച്ചുള്ള ആലോചന നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ചെയ്യുക. രണ്ടാമത്തത്. മൂന്നാമത്തത്, ഭൗതിക മോഹങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകാതിരിക്കുക. അതിന് നൽകിക്കഴിഞ്ഞാൽ ഇതിലൊരു ശ്രദ്ധ ഉണ്ടാവില്ല, അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. അങ്ങനെ ഭൗതിക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം, ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, നിഷേധിക്കുന്നില്ല, നിരാകരിക്കുന്നില്ല. പക്ഷേ അതിന് ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിനപ്പുറം അത് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കുക. കാരണം എന്താ? ഞാൻ ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഞാൻ പോകേണ്ടവനാണ്, അല്ലെങ്കിൽ പോകേണ്ടവളാണ് എന്നുള്ള ബോധം വരുമ്പോൾ കുറെ ഒക്കെ അതിനോടുള്ള താല്പര്യം ഇങ്ങനെ കുറഞ്ഞു വരും. പോകേണ്ട സ്ഥലത്തെ കുറിച്ചുള്ള ചിന്ത ശക്തിപ്പെട്ടു വരും. മറ്റൊന്ന്, ദുഷിച്ച ചെയ്തികളിൽ നിന്ന് അകന്നു നിൽക്കുക, അതിൽ വീഴാതെ പരമാവധി ശ്രമിക്കുക. സൽക്കർമ്മങ്ങൾ യാതൊരു വീഴ്ചയും വരുത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണോ അപ്പോൾ ചെയ്യുക. ഒരു സൽക്കർമ്മവും പിന്നിലേക്ക് പിന്തിച്ചു വെക്കാതെ ഇരിക്കുക. ഇതൊക്കെ ഈ പറയുന്ന രൂപത്തിൽ നമ്മളെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ, ഞാൻ ഹിദായത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത് ഉറപ്പിച്ചു നിർത്താൻ, മനസ്സിന്റെ അബദ്ധസഞ്ചാരം നിയന്ത്രിക്കാൻ, ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വഴിയൊരുക്കുന്ന കാര്യങ്ങളായി മൊത്തത്തിൽ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു ഓരോ കാര്യത്തിനും പരിധികൾ ലംഘിച്ചിട്ടുണ്ട്. ആ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധികൾ ലംഘിക്കാതിരിക്കുക. അതുപോലെ കൃത്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇതിൽ തന്നെ നിലനിർത്താൻ വേണ്ടി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്തിലാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പ്രവാചകന്റെ ഹൃദയം എപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ് കുടികൊണ്ടതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രവാചകൻ ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് പറയാത്ത ദിവസമില്ല എന്നാണ്. അത് തന്നെയുമല്ല, ഇത് ആവർത്തിച്ചു പറയുമായിരുന്നു എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഹൃദയങ്ങളെ തിരിക്കുന്ന അല്ലാഹുവേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. ഇതാണ് അതിന്റെ അർത്ഥം. നമ്മിൽ എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്? ഉള്ളവരുണ്ടാകാം, പക്ഷെ പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. കാരണം നമ്മളുടെ മനസ്സാണ് ഇങ്ങനെ ചഞ്ചലമായി പോകുന്നത്. അബദ്ധസഞ്ചാരം നടത്തുന്ന നമ്മുടെ മനസ്സാണ്. അതിൽ നിന്ന് ആ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള പ്രാർത്ഥനയാണ്. കാരണം ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ ആ അള്ളാഹുവിനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് ഉറപ്പിച്ചു നിർത്തി തരണേ, അബദ്ധസഞ്ചാരം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുതേ എന്ന് ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ട് പ്രവാചക പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല അള്ളാഹുവിന്റെ ദൂതരെ, ഇതിങ്ങനെ എപ്പോഴും പറയുന്ന കേൾക്കാമല്ലോ, എന്തേ കാരണം? എന്തേ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ, മനുഷ്യന്റെ
ഇന്നഹു ലൈസ ആദമിയ്യുൻ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇല്ല. അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഓരോ മനുഷ്യന്റെയും കൽബ് കുടികൊള്ളുന്നത്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് നേരെ നിർത്തും, അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് വളയും. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക നേരെ ചൊവ്വേ നിർത്താൻ വേണ്ടി. അതാണ് ആ പ്രാർത്ഥനയുടെ പൊരുള് എന്ന് പറഞ്ഞു തരുന്നു. ഇത് നാം മനസ്സിലാക്കേണ്ട എന്തെന്ന് വെച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്നത് ശരിയായ വിശ്വാസമാകണം. നാം ഹിദായത്തിൽ തന്നെയാണ് കുടികൊള്ളുന്നതെന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഹൃദയം തെറ്റി പലതിലേക്കും പോകാം. വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളായി മാറാം. അതുപോലെ തന്നെ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകാം. അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങളിലേക്ക് ചെന്ന് വീഴാം. ഇങ്ങനെ പലതും സംഭവിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനയും ഒരു ബോധവും നമുക്ക് ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ കാരണം. തന്നെയുമല്ല, വിശ്വാസി സമൂഹത്തിന് അവൻ സ്വന്തം കാര്യം അങ്ങനെ ശ്രമിച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ അവനൊരു ബാധ്യതയുണ്ട്. എന്താണ്? ഈ വിശ്വാസത്തിന്റെ, സത്യവിശ്വാസത്തിന്റെ തെളിച്ചവും വെളിച്ചവും എന്താണ് എന്ന് കൃത്യമായി മാലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് വിശ്വാസി. മറന്നു പോകരുത് ഞാനും നിങ്ങളും അത്. കാരണം നമ്മളിൽ നിന്നുണ്ടാകുന്ന ചെയ്തികളാണ് പലപ്പോഴും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വഴിയൊരുക്കുന്നതിനും തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകണം. ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയും അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒക്കെ ഇകഴ്ത്താനും തേജോവധം ചെയ്യാനും അടിസ്ഥാനരഹിതമായ നൂറുകണക്കിന് ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ചെറിയ വടികൾ നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട്. ആ വടികൾ നോക്കിയിട്ടാണ്, അതാണ് ഇസ്ലാം എന്നവർ പറയുന്ന അവസ്ഥ വരുന്നത്. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ അള്ളാഹു വിശേഷിപ്പിച്ചത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുമിനൂന ബില്ലാഹി എന്നാണ്. നിങ്ങൾ ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വിടപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമൂഹങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട സമുദായമാണ് നിങ്ങൾ. അതിന് 3 നിബന്ധനകളുണ്ടെന്ന്. ഒന്നെന്താ? നന്മ കൽപ്പിക്കുക. രണ്ടെന്താ? തിന്മ വിരോധിക്കുക. മൂന്നെന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുക. ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങൾ ഖൈറു ഉമ്മത്താണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ ബാധ്യത നിറവേറ്റേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മളുടെ ഓരോ ചെയ്തികളെയും കാണിച്ചുകൊണ്ട് അതാണ് അവരുടെ പ്രവാചകന്റെ മതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നാം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അപരാധം വേറൊന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുണ്ടാകരുത് നമ്മിൽ നിന്ന്. അതുപോലെ വിശുദ്ധ ഖുർആൻ നമ്മെ വിശേഷിപ്പിച്ചത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ ലിന്നാസ്. ജനങ്ങൾക്കാകമാനം സാക്ഷികളാകേണ്ട വിധം ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞു. ആ ഉത്തരവാദിത്വം യഥാവിധി നിറവേറ്റുമ്പോഴേ അതിന് അവസരമുള്ളൂ നമുക്കെന്ന് നാം മനസ്സിലാക്കുക. അപ്പം കുറ്റമറ്റ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും മര്യാദകളും എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച് മാതൃക കാണിച്ച് ഇസ്ലാം ഇന്നതാണ് എന്ന് ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് പകരം, സത്യവിശ്വാസത്തിന് പകരം അന്ധവിശ്വാസങ്ങൾ മാറോടണച്ചാലുള്ള അവസ്ഥാവിശേഷം എന്തായിരിക്കും? ആ അന്ധവിശ്വാസങ്ങൾ ആണ് മതം, ഇവരുടെ വിശ്വാസം അത് തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ നോക്കുക, പക്ഷികളുടെ മുട്ടയുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ കഴിക്കുന്ന കോഴിയുടെ മുട്ട, അതിനൊരു ദൗത്യമുണ്ട്. എന്താ കോഴിമുട്ടയ്ക്ക് ഒരു ദൗത്യം? കോഴിമുട്ടയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അത് പുഴുങ്ങി തിന്നുക, വേവിച്ച് തിന്നുക, പൊരിച്ച് തിന്നുക, ഇതൊക്കെയാണ് അതിന്റെ ദൗത്യം. നമുക്ക് തിന്നാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഈ കോഴിമുട്ട എടുത്തിട്ട് അതിനകത്ത് കുറെ കളം വരച്ച് ആ കളത്തിനകത്ത് അക്കങ്ങൾ എഴുതി അവിടെയും ഇവിടെയും 2-3 അക്ഷരങ്ങൾ എഴുതി ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചു മൂട് എന്ന് പറഞ്ഞാൽ അതെന്തൊരു വിശ്വാസ, അതെന്തൊരു വിശ്വാസ, എന്തൊരു വിവരക്കേടാ. ഇതാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇത് വിശ്വാസത്തിൽ നിന്ന് അന്ധവിശ്വാസത്തിലേക്ക് മാറുകയാണ്. ഹോമം, മന്ത്രവാദം, ജിന്ന് സേവ എന്ന് തുടങ്ങി ഒരു 100 കൂട്ടം കാര്യങ്ങൾ നമ്മളുടെ പേരിൽ അങ്ങനെ അക്കൗണ്ടിൽ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുക. തന്നെയുമല്ല, ഏതെങ്കിലും ഒന്ന് ഊതിയ വെള്ളത്തിൽ ഊതിയാൽ അതിന് ദിവ്യശക്തി ഉണ്ടാകുമെന്നും ആ വെള്ളം ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് പരിഹാരമാണെന്നും പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ, അതിന് കൈയടിക്കാൻ, അതിന്റെ പിന്നാലെ നീങ്ങാൻ എങ്ങനെ കഴിയുന്നു മനുഷ്യർക്ക്?
രോഗം വന്നാൽ ചികിത്സിക്കാൻ, ഏത് രോഗം വന്നാലും ചികിത്സിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ രോഗം വന്നാൽ ആരെങ്കിലും അടുക്കൽ പോയി തുപ്പുനീരോട് കൂടിയിട്ട്, അല്ലെങ്കിൽ തന്നെ മുസ്ലിമീങ്ങളുടെ ഹോട്ടലുകൾ മുഴുവനും അവരുണ്ടാക്കുന്ന ഭക്ഷണം മുഴുവനും തുപ്പിയിട്ട് തരുന്നതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നോക്ക് നിങ്ങൾ, ഇത് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ആശുപത്രികളൊക്കെ പൂട്ടിക്കോളാൻ. ആശുപത്രി നടത്തുന്ന ആൾക്കാരൊക്കെ ബേജാറിലാവും. ഇനി ഇതെന്തൊരു മതമാണ് ഈ പറയുന്നത്? ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ് പലരും ഇവിടെ. സോഷ്യൽ മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും കള്ള കറാമത്തുകളുടെയും കഥകൾ അതിങ്ങനെ ബാക്കിയുള്ളവരും കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അവര് ധരിക്കുന്ന ഇതാണ് മതം എന്നാണ്, ഇതാണ് ഇസ്ലാം എന്നാണ്, ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്നാണ്, ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങിയത്, കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും വിശുദ്ധ ഖുർആനിലുണ്ടോ എന്ന് ലിബറലിസ്റ്റുകൾ ചോദിക്കാൻ തുടങ്ങി. വിശുദ്ധ ഖുർആനെ പറ്റി ഇക്കാലത്ത് എവിടെയാ നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് ആലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ കൊള്ളരുതാത്ത എന്താ ഉള്ളതെന്ന് പറയട്ടവര്, അപ്പൊ അറിയാം നമ്മള്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, അത്ര ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. ഇതിനൊക്കെ വഴിവെച്ചു കൊടുക്കുന്നവരാ നമ്മൾ തന്നെ. ക്യാൻസർ എന്ന മാരക രോഗത്തിന് പോലും ഒരു വെള്ളം മന്ത്രി ചൂതിയ കുടിച്ചാൽ മതി എന്ന് പറയുന്ന, പഠിപ്പിക്കുന്ന പൗരോഹിത്യത്തിന്റെ അവസ്ഥ. അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു തരത്തിലൊരു ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് എന്നൊരു റിപ്പോർട്ട് നമ്മൾ വായിച്ചില്ലേ? ഒരു പ്രവാസിയായ വ്യാപാരി, അദ്ദേഹം കൊല്ലപ്പെട്ടു. മരിച്ചു, സാധാരണ മരണമാണെന്നാണ് വിചാരിച്ചിരുന്നത്. സ്വന്തം ബെഡ്റൂമിൽ മരിച്ചു കിടക്കുന്നതാ കണ്ടത്. അപ്പൊ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ചു. അവസാനം എന്തൊക്കെയോ സംശയം തോന്നി അന്വേഷണം വന്ന് നോക്കുമ്പോ എന്താണ്? മന്ത്രവാദത്തിന്റെ വെരിയാടാണ്. മന്ത്രവാദം നടത്തിയതാരാ? ഈ മന്ത്രവാദത്തിനും ഹോമത്തിനും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പൗരോഹിത്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചൂഷണം മാത്രം. ഈ ചൂഷണമാണ് മതം എന്ന് പറയിപ്പിക്കല്ലേ നമ്മൾ ഈ ചെയ്യുന്നത്? ഒരു ചൂഷണവുമില്ലാത്ത മതം, ഒരു ചൂഷണത്തിന്റെ ആവശ്യമില്ല. സൃഷ്ടാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടത്തട്ടുകാര് വേണ്ട. നേർക്ക് നേരെ ഏത് മനുഷ്യനും ഏത് പാപിക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മതം ഇങ്ങനെ ഇടയാളന്മാരുണ്ടാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി പോകുമ്പോൾ ബാക്കിയുള്ളവരും ചെയ്യുന്നത് തന്നെയല്ലേ? ഇത് തന്നെയല്ലേ ഞങ്ങൾ ചെയ്യുന്നപ്പാ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി നമ്മുടെ മുമ്പിലുള്ളത്? അതുകൊണ്ടാണ് ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ വിശ്വാസം വെറും വിശ്വാസമായാൽ പോരാ. നമ്മൾ ഹിദായത്തിൽ തന്നെയാണുള്ളത്. എപ്പോഴാണ് തെറ്റിപ്പോവുക എന്ന് അറിയാൻ കഴിയില്ല. ആ സംഭവം എല്ലാവർക്കും അറിയാം. ഒന്ന് ആലോചിച്ച് നോക്ക്. 4 പേരെ അറസ്റ്റ് ചെയ്തു. ഒരു ഭർത്താവും ഒരു ഭാര്യയും വേറെ 2 സ്ത്രീകളും. അതിലൊരു സ്ത്രീയുടെ പേര് തന്നെ ജിന്നുമ്മ എന്നാണ് അത്രേ. ജിന്നുമ്മ, ജിന്നുപ്പ, എന്തൊക്കെ പേരുകളാണ് ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നഅൂദുബില്ല. എന്തേ കാര്യം? ഒന്നുമില്ല. സ്വർണ്ണ ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിക്കും. ഈ മനുഷ്യൻ അത് വിശ്വസിച്ചോളൂ എന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾ നമ്മുടെ അടുക്കൽ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ട്, എത്ര ഉണ്ട്? ഇത്ര പവൻ, ഞാൻ അത് അത്രയും അതിനെ ഇരട്ടിയാക്കി തരാം എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചാൽ പോയി പണി വെക്കുമെന്ന് പറയാനുള്ള ബുദ്ധിയല്ലേ മനുഷ്യന് വേണ്ടത്? പക്ഷെ അന്ധവിശ്വാസികൾക്ക് ബുദ്ധി പ്രവർത്തിക്കൂല. ഇതാണ് എന്റെ വിഷയം. പ്രവാസിയാണ്, കച്ചവടക്കാരനാണ്, പ്രായമുള്ള ആളാണ്, ഒരു മധ്യവയസ്കതയുള്ള ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വർണ്ണ ഇരപ്പിട്ടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് ചോദിക്കുന്നു, കൊടുക്കുന്നു. നിസ്സാര സ്വർണ്ണം അല്ല കേട്ടോ. അതിന്റെ കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും നമ്മൾ. 596 പവൻ, ഏതാണ്ട് 4.76 കിലോഗ്രാം സ്വർണം. ഇത് പോരെ ഇന്നത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച്? അത് ഇരട്ടിപ്പിക്കുമ്പോൾ എത്ര കിട്ടും? 1192 പവൻ കിട്ടും. പിന്നെയോ 9.52 കിലോഗ്രാം ആയി മാറും. അപ്പൊ അതിന്റെ ഇരട്ടി പൈസ കിട്ടുമല്ലോ. ആർത്തി, മനുഷ്യന്റെ ഒരിക്കലും തീരാത്ത ആർത്തി. ആ ആർത്തിക്ക് വേണ്ടിയല്ലേ അത് കൊണ്ടുപോയി കൊടുത്തത്? കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്വർണം കൊടുക്കാൻ ഇരട്ടിക്കുക. ഒന്നുകിൽ അതിലെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ കൊണ്ടുപോയി വെച്ചാൽ സ്വർണ്ണം ഇരട്ടിക്കുക ഇല്ലല്ലോ. പണ്ട് ചെറുപ്പകാലത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മയിൽപീലി എടുത്ത് പുസ്തകത്തിനകത്ത് വെക്കാറുണ്ടായിരുന്നു, ആരൊക്കെയോ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോണതാണ്. എന്നിട്ട് അത് പ്രസവിക്കും അത്രേ മയിൽപീലി. നമ്മുടെ പുസ്തകത്തിൽ വെച്ച് തുറന്നു നോക്കാതെ, ആകാശം ഇങ്ങനെ കാണിക്കാതിരുന്നാലും പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. എന്നിട്ട്
കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസത്തിന്റെ കണക്കൊക്കെ പറയും. നമ്മളൊക്കെ അത് ചെയ്തിട്ടുള്ളതാണ് ചെറുപ്പകാലത്ത്, പഠിക്കുന്ന കാലത്ത്. എന്നിട്ട് പുസ്തകത്തിന്റെ ഉള്ളിൽ ഇത് വെക്കും. ആകാശം കണ്ടാ പ്രസവിക്കൂല എന്നാണ്. ആകാശം കാണിക്കാതെ ഇങ്ങനെ കൊണ്ടു നടന്ന അവസാനം അത് പെറ്റു പെരുകും അത്രേ. അല്ലാഹു അലം. എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ, ഞാൻ കണ്ടിട്ടുമില്ല. നമ്മളൊക്കെ നോക്കിയിട്ട് ഈ ആകാശം കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ ജാതി കാര്യങ്ങൾ എന്നതുപോലെ ഈ സ്വർണം കൊണ്ടുപോയി വെച്ചാൽ ഇത് ഇരട്ടിച്ച് കയ്യിൽ തരാം എന്ന് പറഞ്ഞ് ചോദിക്കാൻ വരുമ്പോൾ അതിനൊരു മറുപടി കൊടുത്ത് പറഞ്ഞറിയിക്കാൻ ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുത്ത്. കുറെ കാലം കഴിഞ്ഞ് കൊടുത്ത സ്വർണവും കിട്ടണില്ല, ഇരട്ടിക്കുന്നുമില്ല. എന്നാ എന്റെ സ്വർണം തന്നേക്കെന്ന് പറഞ്ഞു. അതാണ് കാരണം. കൊന്നുകളഞ്ഞു. അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകൾ ഇത് എത്രയാണെന്ന് എണ്ണി പറഞ്ഞാൽ ഇത് അത്രയേറെ സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആരും മിണ്ടൂലല്ലോ, ഒരു ഭരണകൂടവും അനങ്ങൂല. ശരിക്കു പറഞ്ഞാൽ ഈ ആത്മീയ ചൂഷകന്മാരെ ശരിയാമണ്ണം ഈ മറ്റ് മനുഷ്യരെ കൊല ചെയ്യുകയും രാഷ്ട്രീയമായ കൊലപാതകങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ എമ്പാടും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. അവരെയൊക്കെ പിടികൂടി ശിക്ഷിക്കുന്ന പോലെ വലിയ ശിക്ഷ ഈ ജാതി ആൾക്കാർക്ക് കൊടുക്കണം. ഇതൊക്കെ പോയി അതിന്റെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി വേറൊരു സ്ഥലത്ത് പോയി വേറൊരു ചിഹ്നമ്മയായി അവരവരുടെ പണി തുറന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കൗമ ആ അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളായി കൂടെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് സമൂഹത്തിലുള്ള അവസ്ഥ. ഞാൻ ആമുഖത്തിൽ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് സൂചിപ്പിച്ചതാ. നമ്മുടെ വിശ്വാസത്തിൽ തന്നെയാണ് എപ്പോഴും നാം. എപ്പോഴും തെറ്റാം. ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. വസ്തുനിഷ്ഠമായി കാര്യം മനസ്സിലാക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, നമ്മുടെ ഹിദായത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അപകട മരണങ്ങൾ, ദുരന്തങ്ങൾ ദിനേന എന്നോണം കേട്ട് തഴമ്പിക്കുകയാണ് നമ്മളുടെ മനസ്സും നമ്മളുടെ ചെവിയും ഒക്കെ. അത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വായിക്കുന്നു, കേൾക്കുന്നു, അറിയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 4-5 യുവാക്കള്, പിന്നെ അതിനുശേഷം ഒരാളും കൂടി, അങ്ങനെ 6 പേര്, 11 പേര് ഒരുമിച്ചൊരു യാത്ര പോയതാ. അപകടമുണ്ടായി. 5 എണ്ണം തൽക്ഷണം തീർന്നു. ഒന്ന് കുറച്ച് ദിവസവും കഴിഞ്ഞപ്പം ഈ ലോകത്തോട് വിട പറഞ്ഞു. എത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് ആ പോയത്. അതുപോലെ ഇന്നലെ പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് പോകൂലേ, അതുപോലെ പരീക്ഷ കഴിഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് കൂട്ടുകാരികൾ ഒരുമിച്ച്, അവർ 5 പേർ ഒരുമിച്ച് പോകലും വരവും ഒക്കെ അങ്ങനെയാണ് അത്രേ. പരീക്ഷ കഴിഞ്ഞ സന്തോഷത്തിൽ സിപ്പപ്പൊക്കെ വാങ്ങി കയ്യിൽ വെച്ച് ഐസ്ക്രീം വാങ്ങിയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു ലോറി വന്ന് അവരുടെ പുറത്തേക്ക് മറിഞ്ഞങ്ങോട്ട് വീഴുകയാണ്. 4 എണ്ണം അപ്പം തീർന്നു. ഒരു കുട്ടി തെറിച്ചു പോയത് കൊണ്ട് രക്ഷപ്പെട്ടു. വായിച്ചതാണ് നമ്മൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ എത്ര വയസ്സുണ്ട്? ആ ഉമ്മയുടെയും വാപ്പന്മാരുടെയൊക്കെ പ്രതീക്ഷകൾ എവിടെ പോയി? അത്രയേറെ. ഒരു കാര്യം ഉറപ്പാ, അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി, അതിന്റെ മുമ്പിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയം, അള്ളാഹു നിശ്ചയിച്ച മരണം, ആ ടൈമിന് ആരെന്ത് ചെയ്താലും രക്ഷപ്പെടുത്താൻ കഴിയില്ല, പോയിക്കൊണ്ടേയിരിക്കും. ഇതൊരു സത്യമാണ്. ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇതിങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം ഭരിക്കുന്നവർ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്നതിനുള്ള നല്ല, ഇന്നലത്തെ സംഭവത്തിന് കാരണം റോഡ് സ്ലിപ്പ് ചെയ്യുന്നതാണെന്നാ പറഞ്ഞത്. പിന്നെ കുണ്ടും കുഴിയും കൊണ്ട് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ, വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം. നല്ല റോഡുകൾ ഉണ്ടാക്കി മനുഷ്യന്മാർക്ക് ഇട്ടുകൊടുത്ത് അവർ നിശ്ചയിക്കുന്ന ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ കുറച്ചൊക്കെ ഇതിന് പരിഹാരം ഉണ്ടാവില്ലേ? അല്ലാഹു അലം. ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ പത്രങ്ങൾ വായിക്കുമ്പോൾ, ആ കുരുന്നുകളുടെ മുഖം കാണുമ്പോൾ അല്ലാതെ മനസ്സ് പിടയും.
നമുക്കും ഇല്ലേ അപ്രായമുള്ള കുട്ടികളൊക്കെ? ഒരു കുട്ടിയാണെങ്കിൽ സ്വന്തം ഉമ്മ അപ്പുറത്ത് നോക്കി നിൽക്കുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. ആ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ ദാരുണമായ അന്ത്യങ്ങൾ, അപകടങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യവും ധൈര്യവും നൽകി അതിനെ അതിജയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, ഓപ്പറേഷന് വിധേയരായി കഴിയുന്നവർ, ഇവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹ്ഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.